വിനോദയാത്രയ്ക്കിടെ കർണാടകയിലെ ചിക്കമംഗളൂരുവിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ പാലക്കാട് സ്വദേശി ശ്രീനന്ദയുടെ പോസ്റ്റ്മോർട്ടം തുടരുകയാണ്. ചിക്കമംഗളൂരു സർക്കാർ ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നത്. ചൊവ്വാഴ്ച കാണാതായ ശ്രീനന്ദയെ ഇന്ന് രാവിലെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാണാതായ സ്ഥലത്ത് നിന്നല്ല ശ്രീനന്ദയുടെ മൃതദേഹം കിട്ടിയതെന്ന് പിതാവ് പറഞ്ഞു. മോളുടെ കുട്ടിയാണ്. എന്താ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ല ഇത് മാറ്റർ അറിഞ്ഞിട്ട് വന്നതാണ്. അവിടുന്ന് വന്നതാണ്. സംഘത്തിലുണ്ടായിരുന്നില്ല. ഇല്ല. ഇപ്പൊ ഇവരെന്താ പറയുന്നത്? എപ്പം കൊണ്ടുപോകാൻ പറ്റും, മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും അറിയിച്ചിട്ടുണ്ടോ? ഒന്നും അറിയിച്ചില്ല. നിങ്ങൾ സംസാരിച്ചോ? സംസാരിച്ചു. പോലീസുകാർ സംസാരിച്ചു. അപ്പൊ അവരെന്താ പറയുന്നത്? അവരിപ്പോ ഇത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കൊണ്ടുപോകാന്നുള്ളതാണ്. രാത്രി കിട്ടാമെന്നില്ല. അതെ. ഷഫീഖ് നസറുള്ള ചിക്കമംഗളൂരുവിൽ നിന്ന് ചേരുകയാണ്. ഷഫീഖ്, പോസ്റ്റ്മോർട്ടം നടപടികൾ എപ്പോഴാണ് ആരംഭിച്ചത്? എപ്പോഴായിരിക്കും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകുക? മാത്രമല്ല, കുടുംബം ഈ കുട്ടിയുടെ ശ്രീനന്ദയുടെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നുള്ളൊരു ആരോപണം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വളരെ നിർണായകവുമാണ്. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സംബന്ധിച്ചുള്ള സൂചനകളും എന്തെങ്കിലും പുറത്തു വന്നിട്ടുണ്ടോ? എപ്പോഴായിരിക്കും പൂർണ്ണമായും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കുടുംബത്തിന് മൃതദേഹം കൈമാറുക ഷഫീഖ്? ഇപ്പോൾ ഞാനുള്ളത് ഈ ചിക്കമംഗളൂരു ജില്ലാ ആശുപത്രിയിലാണ്. ഈ ആശുപത്രിയുടെ മോർച്ചറിയിൽ ആണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം പുരോഗമിക്കുന്നത്. പോസ്റ്റ്മോർട്ടം ഇപ്പോൾ 2 മണിക്കൂർ പൂർത്തിയായിരിക്കുന്നു. അല്പസമയം കൂടി പോസ്റ്റ്മോർട്ടം ഉണ്ടാവും. അതിന് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും എന്നാണ് മനസ്സിലാവുന്നത്. മൃതദേഹം കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നാട്ടിലേക്ക് മടങ്ങും. 8 മണിക്കൂറോളം യാത്ര വേണ്ടിവരും. നാട്ടിൽ മൃതദേഹം എത്തിയ ഉടൻ തന്നെ വളരെ പെട്ടെന്ന് സംസ്കരിക്കാനാണ് കുടുംബാംഗങ്ങളുടെ തീരുമാനം. ശനിയാഴ്ചയാണ് പാലക്കാട് നിന്ന് 40 അംഗ സംഘം കർണാടകയിലേക്ക് വിനോദയാത്രയ്ക്ക് വന്നത്. അത് ചൊവ്വാഴ്ച ഉച്ചയോടുകൂടി ചിക്കമംഗളൂരുവിൽ, ഞാനിപ്പോഴുള്ള ഈ ചിക്കമംഗളൂരിലേക്ക് എത്തി. ഭക്ഷണത്തിന് ശേഷം ഒരു 5 മണിയോടുകൂടിയാണ് ഈ വ്യൂ പോയിന്റിൽ ഈ സംഘം എത്തുന്നത്. അവിടെ കുറച്ച് സമയം 10 മിനിറ്റോളം ഫോട്ടോ എടുത്ത ഭാഗങ്ങളിലൊക്കെയും അവരുണ്ടായിരുന്നു. പിന്നീടാണ് ശ്രീനന്ദയെ ഈ സംഘത്തിന് കാണാനില്ല എന്ന വിവരം ലഭിക്കുന്നത്. പിന്നീട് നടത്തിയ തെരച്ചിലിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും വനംവകുപ്പിൻ്റെയും ഒക്കെ സഹകരണത്തോടെ തെരച്ചിൽ ആരംഭിച്ചിരുന്നു. പക്ഷേ അപ്പോഴും തെരച്ചിലിൽ ശ്രീനന്ദയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്ന് കൂടുതൽ ഫോഴ്സ് പോലീസും ഫയർഫോഴ്സും വനം വകുപ്പും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിനും ഒക്കെ സഹകരണത്തോടുകൂടി നടത്തിയ വ്യാപകമായ തെരച്ചിലാണ് ഈ വ്യൂ പോയിന്റിൻ്റെ താഴെ ഭാഗത്ത് 1500 അടി താഴ്ചയിൽ ശ്രീനന്ദയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അവിടെ നിന്ന് നടന്ന് ഈ ആംബുലൻസിന് പോകാൻ കഴിയുന്ന ഭാഗത്തല്ല, കാടാണ്. 1 മണിക്കൂറോളം ചുമന്ന് കൊണ്ടുവന്ന് ആംബുലൻസിൽ കയറ്റിയതിനു ശേഷം ഈ ജില്ലാ ആശുപത്രിയുടെ മോർച്ചറിയിൽ എത്തിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾ അവിടെ പൂർണ്ണമാവുകയാണ്. അതിനുശേഷം നേരെ ബന്ധുക്കൾക്ക് കൈമാറി അതിവേഗം നാട്ടിലെത്തിച്ച് സംസ്കരിക്കാനുള്ള നടപടികളിലേക്ക് കടക്കും എന്നാണ് ഷഫീഖ് നസറുള്ള റിപ്പോർട്ട് ചെയ്യുന്നത്.